പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 14 മുതൽ എപ്പോഴും സന്തോഷ വാർത്തകൾ കേൾക്കാൻ യോഗം വരികയാണ് കുറച്ച് നക്ഷത്രജാതകർക്ക്. ഇനിയുള്ള 15 ദിവസക്കാലം ഇവർക്ക് ഓരോ ദിവസവും സന്തോഷം നിറഞ്ഞ വാർത്തകൾ ഇവരെ തേടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് സന്താനങ്ങളിൽ നിന്നാകാം, വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നാകാം. പലതരത്തിൽ നല്ല നല്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന 15 ദിവസങ്ങൾ ജനുവരി 14 മുതൽ ആരംഭിക്കുകയാണ്. ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും ഇവരുടെ ജീവിതം മാറിമറിയാൻ പോകുന്നത് എങ്ങനെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. ഇന്നു മുതൽ ആരംഭിച്ച് ചിലവുകളൊക്കെ ഇവരുടെ നിയന്ത്രണത്തിനനുസരിച്ചായിരിക്കും. സുഖ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. പലവിധ രോഗാരിഷ്ടതകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളുടെ രോഗാവസ്ഥയ്ക്ക് ഒരു മാറ്റം ഇവർക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇത് ഏറെ സന്തോഷം പകരുകയും ചെയ്യും. ശത്രുഭയവും രോഗഭീതിയും കുറയുന്ന കാലഘട്ടമാണ്. ബന്ധുജനങ്ങൾക്കും കുടുംബങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റ സാധ്യതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല വിജയങ്ങളും വരും ദിവസങ്ങളിൽ നേടിയെടുക്കാൻ സാധിക്കും. സന്താന ഉൽപാദനത്തിനായിട്ട് ചികിത്സ ചെയ്യുന്നവർക്ക് ഫലം കാണും. ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ഇന്ന് തന്നെ കാണാനും സാധിക്കും. ധനലാഭങ്ങൾ ഉണ്ടാകും. ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും സാധ്യമാകുന്നതാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം വേണ്ടവർക്ക് അതിനായിട്ട് ശ്രമിക്കാം. സർക്കാർ ജോലിക്കാർ ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം. ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായങ്ങൾ ലഭ്യമാകും. കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യണം. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെത്തിപ്പൂമാല ചാർത്തി നെയ്പായസം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പണത്തെ സംബന്ധിച്ച് വഞ്ചനയും കൃത്രിമവും ഉണ്ടാകാൻ ഇടയുണ്ട്. വീട്ടിൽ സമാധാനം കുറയും. സ്ഥാനക്കയറ്റം ലഭിക്കും. മാനഹാനിക്കും ഇടയുണ്ട്. ധനാഗമവും ധനനഷ്ടവും ഉണ്ടാകും. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കുറയും. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും. പനി, ചുമ, രക്തസ്രാവം, ഉദരബന്ധിയായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. കഴിയുന്നതും ശസ്ത്രക്രിയകൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. സർക്കാർ ഓഫീസുകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശത്രുഭയം കൂടുതലായിരിക്കും. കഠിനമായ ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. വഴി നടക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ബന്ധുജനങ്ങളുമായി കൂടിച്ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പുതിയ ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമം തുടങ്ങാം. തൊഴിൽ രംഗം മെച്ചപ്പെടും. നാൽക്കാലികളുടെയും ഭൂമിയുടെയും കച്ചവടവും മെച്ചപ്പെടും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. സ്വയം തൊഴിൽ കൂടുതൽ മുതൽ മുടക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരം നല്ലതാണ്. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസഹായം ലഭിക്കും. മറ്റുള്ളവരുടെ വഞ്ചനയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. സുഖമായ ഉറക്കം ലഭിക്കും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹം വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. എതിരാളികളുടെ ശക്തി കുറയും. ധനസമൃദ്ധി ഉണ്ടാകും.
അഭീഷ്ട കാര്യങ്ങൾ സാധ്യമാകും. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും. അധികാരശക്തി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ബന്ധുജനങ്ങളുമായിട്ട് വിരോധത്തിൽ ആകും. ധനകാര്യ പ്രവൃത്തികൾ തടസ്സം വരും. അച്ഛനോ തത്തുല്യവർക്കോ ക്ലേശ അനുഭവങ്ങൾ ഉണ്ടാകും. ചില ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. നേത്രരോഗം, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, ഇവയ്ക്ക് യുക്തമായ ചികിത്സകൾ വേണം. വിവാഹ ആലോചനകളും സഫലമാകും. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പുണർതം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കാൽനടയായിട്ട് ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ട് വരുന്ന ചില സാഹചര്യങ്ങൾ ഇവർക്ക് ഉണ്ടാകും. യാത്രകൾ വഴി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യും. പല ജംഗമ സാധനങ്ങളും നശിച്ചു പോയത് മാറ്റി വാങ്ങാനായിട്ട് വരും ദിവസങ്ങളിൽ സാധിക്കും. സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ദിവസങ്ങൾ കൂടിയാണ് വരുന്നത്. ചെയ്ത പല കാര്യങ്ങളും ദോഷമായിട്ട് മാറാൻ ഇടയുള്ളതുകൊണ്ട് അതൊരു പ്രത്യേക ശ്രദ്ധയിൽ കൊണ്ടുപോകുക. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവം ഉണ്ടാകും. ശത്രുക്കൾ മൂലം ദുഃഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. മനോവിചാരം കൂടുതലാകും. മനസ്സിൻ്റെ ആദിമൂലം ദേഷ്യവും സങ്കടവും കൂടെ പ്രകടിപ്പിക്കും. ബന്ധുക്കളോടുള്ള കലഹം കുറഞ്ഞു തുടങ്ങും. വാക്കുദോഷം നിമിത്തം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാര്യസാധ്യങ്ങൾക്ക് പോകുമ്പോൾ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കണം. ധനനഷ്ടങ്ങൾ ഉണ്ടാകും. സ്ഥാനചലനങ്ങൾക്കും ഇടയുണ്ട്. ചെയ്യുന്ന പ്രവർത്തികൾ വൈകല്യം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ധനാഗമങ്ങൾക്കും ഇടയുണ്ട്. പുതിയ വസ്ത്രങ്ങളും അലങ്കാര സാധനങ്ങളും ലഭ്യമാകും. വാദബന്ധിയായ രോഗാരിഷ്ഠിതകൾ ഉണ്ടാകും. മരണതുല്യമായ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മകം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഇവർ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഫലം കാണും. വരും ദിവസങ്ങളിൽ ചിലവുകളൊക്കെ വളരെ കുറവായിരിക്കും. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനും അതിന് അനുകൂല ഫലങ്ങളും ഇവർക്ക് വരും. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. കാര്യതടസ്സങ്ങൾ മാറും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നവർക്ക് അതിനൊരു സമാധാനം ലഭിച്ചു തുടങ്ങും. രോഗാരിഷ്ഠിതകൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. ശത്രുഭയം കുറയും. പല കാര്യങ്ങളും സാമർഥ്യത്തോടെ ചെയ്യാൻ സാധിക്കും. അലങ്കാര സാധനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, നാൽക്കാലികൾ, കൗതുകത്തോടെ വളർത്തുന്ന പക്ഷികൾ ഇവ വാങ്ങാൻ സാധിക്കും. നീച സ്ത്രീകളുമായിട്ടുള്ള സംസർഗം സൂക്ഷിക്കണം. ദൂരയാത്രകൾ വേണ്ടിവരും. മനോദുഃഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും. വിവാഹാദി മംഗളകർമ്മങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. കർമ്മരംഗം മെച്ചപ്പെടും. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർക്ക് അപവാദം കേൾക്കേണ്ടതായിട്ട് വരും. കള്ളന്മാരുടെ ഉപദ്രവം വിട്ടൊഴിയും. ആർത്തവ പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് ബന്ധിയായ അസുഖങ്ങൾ, ഇവയ്ക്ക് ഒരു മോക്ഷം ലഭിച്ചു തുടങ്ങും. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ളൊരു സന്തോഷ വാർത്ത നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കാണും. പലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും. എല്ലാ കാര്യങ്ങളും ധനനേട്ടത്തിൽ വന്ന് കലാശിക്കും. ജോലിക്ക് കരാർ എടുക്കുന്നവർക്ക് നല്ല പ്രവൃത്തികൾ പ്രതീക്ഷിക്കാം. പലവിധ അനർത്ഥങ്ങളും വിട്ടൊഴിയും. മനോവ്യാധികൾ കുറവായിരിക്കും. വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും മാറും. നല്ല രീതിയിൽ സംസാരിക്കുമെങ്കിലും മറ്റുള്ളവർക്ക് അത് മോശം രീതിയിലായിരിക്കും തോന്നുന്നത്. കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ചില മനോദുഃഖങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും വരും ദിവസങ്ങളിൽ.
ബന്ധനാവസ്ഥയ്ക്ക് ഇടയുള്ളത് കൊണ്ട് ഔഷധ ചികിത്സ ആവശ്യമായിട്ട് വരും. ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമില്ലാതെ കുറേ നടക്കേണ്ടതായിട്ട് വരും. വാതരോഗത്തിൻ്റെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല നല്ല അവസരങ്ങൾ ലഭിക്കും. ഇവർ ദോഷപരിഹാരത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.